സുനീഷ എത്തുന്നുണ്ട് ആറ്റിങ്ങലിൽ നിന്നും. ആറ്റിങ്ങലിൽ സുനീഷ, അടൂർ പ്രകാശും വി ജോയും വി മുരളീധരനും തമ്മിലുള്ള ത്രികോണ പോരാട്ടം തന്നെയാണ്. സ്വാഭാവികമായും തങ്ങളുടെ കുത്തകയായിരുന്ന മണ്ഡലം തിരികെ പിടിക്കുക എന്നുള്ളതാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചെടുത്ത മണ്ഡലം നിലനിർത്തണം. വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ത്രികോണ മത്സരത്തിൽ നിന്ന് ജയത്തിലേക്ക് കയറണം. എങ്ങനെയാണ് മത്സരം പുരോഗമിക്കുന്നത് സുനീഷ? നികേഷ് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ കേരളം ഒരുപക്ഷെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ മണ്ഡലം. കൃത്യമായി പറഞ്ഞാൽ ത്രികോണ മത്സരം, ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലം എന്ന് തന്നെ പറയാം. പറഞ്ഞതുപോലെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള ഒരു മണ്ഡലമായിരുന്നു ചിറയൻകീഴ് മണ്ഡലവും. അതിന് പിന്നാലെ ആറ്റിങ്ങൽ മണ്ഡലം ആയതിനു ശേഷവും 11 തവണ ഇടതുപക്ഷത്തിന് വിജയം ഉറപ്പിച്ച ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നൊരു അഭിമാന പോരാട്ടം തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം 2019 ഒരു യു ഡി എഫ് തരംഗത്തിൽ പിടിച്ചെടുത്തൊരു മണ്ഡലമാണ്. അതും അടൂർ പ്രകാശ് കോന്നി MLA, അപരിചിതനായ ഒരു MLA ഈ ആറ്റിങ്ങലേക്ക് വന്നതിന് ശേഷം മണ്ഡലം പിടിച്ചെടുത്തു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങൽക്കാർക്ക് പരിചിതനാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വിജയത്തിലേക്കുള്ള ഒരു കോൺഫിഡൻസ് ആയി യു ഡി എഫും ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഇലക്ഷനിൽ 2 ലക്ഷത്തിലധികം വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. ഒരുപക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു VIP മണ്ഡലമാണ് എന്ന് തന്നെ പറയാം. A+ കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ള മണ്ഡലമാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ BJP നേരത്തെ തന്നെ മണ്ഡലങ്ങളിൽ ചെയ്തിട്ടുമുണ്ട്. കേന്ദ്രമന്ത്രി വി മുരളീധരനെ ഇറക്കിക്കൊണ്ടുള്ള പ്രചരണങ്ങൾ, വി മുരളീധരനെ ഇറക്കിക്കൊണ്ടുള്ള ഒരു മത്സരം തന്നെ നടത്തുകയും ചെയ്യുകയാണ്. ഏതായാലും MP-യും MLA-യും കേന്ദ്രമന്ത്രിയും മത്സരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ആറ്റിങ്ങൽ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ തന്നെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ ഇത്തവണയും അത് വിജയക്കൊടി പാറിക്കും എന്നൊരു കോൺഫിഡൻസ് ആണ് യു ഡി എഫിനുള്ളത്. പറഞ്ഞതുപോലെ അപരിചിതനായ ഒരു വ്യക്തിയായിരുന്നു, ഇപ്പോൾ പരിചിതനാണ്. 5 വർഷം MP ആയി പ്രവർത്തിച്ച ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് UDF പ്രധാനമായും ഈ മണ്ഡലത്തിൽ പ്രചരണമായി എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ LDFനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. അതേസമയം തന്നെ 38,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് അന്ന് അടൂർ പ്രകാശ് നേടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ തിരിച്ചെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ LDFിന്റെ ഭാഗത്തു നിന്നുണ്ട്. അത് വിജയമാകുമെന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത വി ജോയിയാണ്. വർക്കലയിൽ നിന്നുള്ള MLA ആണ്, ചിറയൻകീഴ് സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ പ്രാദേശിക തലത്തിൽ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ച് പ്രാദേശിക നേതാവായി പിന്നീട് ജില്ലാ സെക്രട്ടറിയായും MLA-യുമായും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങലിന്റെ ഓരോ മുക്കും മൂലയും മനസ്സിലാകുന്ന പ്രാദേശിക നേതാക്കളായും പ്രാദേശിക തലമായും അതീവമായ ബന്ധമുള്ള ഒരാൾ എന്ന നിലയിൽ തന്നെ ഏതായാലും വോട്ട് ഉറപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ LDFിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. BJP VIP മണ്ഡലമാണ്. ആറ്റിങ്ങലിനെ സംബന്ധിച്ച മറ്റൊരു പ്രത്യേകത, അടൂർ പ്രകാശ് സിറ്റിംഗ് MP ആണ്, വി ജോയ് സിറ്റിംഗ് MLA ആണ്, വി മുരളീധരൻ സിറ്റിംഗ് രാജ്യസഭാംഗവും കേന്ദ്രമന്ത്രിയും.